പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത വെയിലാണ്. കുറച്ച് ദിവസം മുന്നേ എന്തേന്ന് മഴ. ഉമ്മ ഉമ്മ എന്തിയേ? എൻ്റെ ഉമ്മ ഇപ്പൊ വിളിച്ചിരുന്ന്. ഉമ്മ ഒന്ന് വീണാല, ഉമ്മന്റെ ഡിസ്കിന് എന്താ കംപ്ലൈന്റ് ഉണ്ടാല. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ 1 മാസം റെസ്റ്റ് എടുക്കാനാണ്. ഉമ്മ എന്നോടൊന്ന് ചെല്ലോന്ന് ചോദിച്ച്. ഇക്കാനോട് ഞാൻ ചോദിച്ചിന്ന്. ഇമ്മ ഞാനൊന്ന് പോട്ടെ. ആ പൊയ്ക്കോ. അന്റെ ഉമ്മയോട് വെച്ചാതിരിക്കുമ്പോളേ പറഞ്ഞയക്കാതിരിക്കാനേ അത്ര ക്രൂരൊന്നല്ല ഞാന്. ഉമ്മാന്റെ സൂക്കട് മാറിയിട്ടേ വേണ്ട വന്നോണ്ടി. ആ ശരി ഉമ്മ. ഉമ്മ ഇത്ത കള്ളം പറയാനേ. എന്തിനാ അത്ത ഇത്രയും വലിയ പെരുങ്കള്ളം പറയണത്? ഉമ്മ ഞാൻ നിന്റെ വീട്ടിൽ പോണ കാര്യേ ഇക്കാനോട് ചോദിച്ചിരുന്നു. ഇക്ക ഉമ്മാനോട് ചോദിച്ചിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞ്. ഞാൻ ഇക്കാനോട് ചോദിക്കണതേ ഇത്ത മറിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാവും. അതാണ് ഉമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞാണ്ട് ഉമ്മാന്റെ അടുത്തേക്ക് വന്നിക്കണത് ഇത്ത ഓരോ കള്ളങ്ങളും പറഞ്ഞിട്ട്. അതാവുമ്പോ ഇത്താക്ക് പോവും ചെയ്യാം. ഉമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ സമ്മതിക്കും ചെയ്യും. ഇന്റെ പോക്ക് മുടക്കും ചെയ്യാലോ. അതിനാണ് ഇത്താന്റെ മനസ്സിലിരിപ്പ്. ഉമ്മ ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല ഇവള് വീട്ടിൽ പോവാൻ തീരുമാനിച്ചത്. അറിയാതെയാണല്ല ഇവള് വീട്ടിൽ പോണ അന്ന് തന്നെ എന്റെ ഉമ്മാന്റെ ഡിസ്ക് ഒടിഞ്ഞത്. ഉമ്മ ഉമ്മ ഞാൻ പറഞ്ഞ സത്യം. ഉമ്മ എന്റെ ഉമ്മ വിളിച്ചിരുന്നു. ഉമ്മാക്ക് തീരെ വയ്യ. ഉമ്മ എന്റെ വീട്ടിൽ പോവാനായിട്ട് എന്റെ ഉമ്മാനെ പറ്റിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇജ അതും പറയും അതിന്റെ അപ്പുറം പറയും. ഇജേ പഠിച്ച കള്ളിയാണ്, പെരും കള്ളി. തൽക്കാലേ ഇങ്ങനെ നോണ പറഞ്ഞിട്ടേ ഇജിപ്പ എന്റെ വീട്ടിക്ക് പോണ്ട. പറ്റൂലമ്മ, എനിക്ക് പോയേ പറ്റൂ. അത്രക്ക് വയ്യ ഞാൻ എന്റെ ഉമ്മനെ വിളിക്കുള്ളൂ, അല്ലാതെ വിളിക്കൂല. പോയിക്കോ. പോയിട്ടുണ്ടെങ്കിലേ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. അവിടെ നിന്നോ ഉമ്മാന്റെ കൂടെ കാലാകാലം. അതാവുമ്പോളേ ഉമ്മാക്കും മോൾക്കും എപ്പോഴും കാണും ചെയ്യാ. അന്റെ ഉമ്മയാണെങ്കിലേ ആരാന്റെ വീട്ടു ജോലിക്കും പോണ്ടല്ലോ. ഇജ്ജ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിലേ അന്റെ ഉമ്മാനെങ്കി ജോലിക്ക് പറഞ്ഞേക്കണ്ട, ഇജ്ജ് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ പോവാന്റെ പെരേക്ക്. പരിഹസിക്കണ്ട അമ്മ, വീട്ടുജോലിയാണെങ്കിലും അത് നല്ല അന്തസ്സുള്ള ജോലിയാണ്. ഉമ്മാക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പോവാതിരുന്നാ പോരാ. ഞാൻ പോണില്ല, അതോടെ ഉമ്മാക്കും സാജിക്കും സന്തോഷാവുമല്ലോ. അവളെ നാടകം എന്നോടാ. മോളെ സാജി. എന്താ ഉമ്മ? മോള് പോയിക്കോ വീട്ടിക്ക്, കുറച്ച് ദിവസം നിന്നിട്ടേ പോരാ. ശരി ഉമ്മ. ഇക്കേ പുറത്തേക്ക് പോയിക്കണ്, വരുമ്പോതിന് മാറ്റിക്കാൻ പറഞ്ഞിരുന്നു. എന്നാ ഞാൻ പോയി മാറ്റട്ടെ. ശരി മോളെ. സമീറാന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുത്തില്ലെങ്കില് ശരിയാവില്ല. ഹലോ മോളെ, മോള് പോന്നോ? ഇല്ലമ്മ, ഞാൻ വരുന്നില്ല. ഇവിടുത്തെ ഉമ്മാക്ക് നല്ല പനി. സാജിയാണെങ്കിൽ ഇവിടെ ഇല്ല. സാരില്ല മോളെ, മോള് വിഷമിക്കണ്ട. ഞാനേ എളിയമാരാരെങ്കിലും വിളിച്ചോളാം. അല്ലെങ്കിലും പെൺകുട്ടികളെ ആരാൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച വിട്ട മക്കള് പിന്നെ ഉമ്മാക്കൊരവകാശം ഇല്ല. എന്നാ ശരി മോളെ, വെക്കട്ടെ. ശരിമ്മ.